മച്ചന്മാരെ, ഇടുക്കി ബഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന റിപ്പിൾ വാട്ടർഫാൾസിലേക്കാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവാം. നല്ല മഴയുള്ള വിരസമായ ഒരു ഞായറാഴ്ച ദിവസം. എന്നെപ്പോലെയുള്ള മടിയന്മാർക്ക് വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കാൻ മറ്റെന്ത് വേണം? പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് ബോധോദയം കിട്ടിയതുപോലെ വണ്ടിയും എടുത്ത് പുറപ്പെട്ടു. റിപ്പിൾ വാട്ടർഫാൾസ് കാണണം, അതാണ് ലക്ഷ്യം. ഫോട്ടോയിലും വീഡിയോയിലും മാത്രം കണ്ടിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം. വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെയാണ് അവിടെ ചെന്നത്. പക്ഷേ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ മനോഹരമാണ്. നല്ല മഴയും മഞ്ഞും ഒക്കെ ആയിട്ട് ഞാൻ യാത്ര നല്ലതുപോലെ എൻജോയ് ചെയ്തു. വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വിചാരിച്ചില്ല ഇത്ര ദൂരമുണ്ടാകുമെന്ന്. വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയായതിനാൽ വീട്ടുകാരെ ആരെയും കൂടെ കൂട്ടിയതുമില്ല. ഒരേകാന്ത പഥികൻ എന്ന പാട്ടും പാടിയൊരു യാത്ര. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു വയറിന് സംതിങ് എന്തോ പ്രശ്നമുണ്ടെന്ന്. ഒരു ഗുളുഗുളുപ്പ്. പോകുന്ന വഴിയിലുള്ള ടോയ്ലറ്റെല്ലാം കയറി ഇറങ്ങിയായിരുന്നു യാത്ര. സാധാരണ എല്ലാവരും പൊളി വൈബ് ആസ്വദിക്കുന്ന സ്ഥാനത്ത് ഞാൻ പൊളിഞ്ഞ വൈബും ആസ്വദിച്ചായിരുന്നു യാത്ര. അങ്ങനെ നാട്ടിലുള്ള ടോയ്ലറ്റുകളുടെ എല്ലാം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഞാൻ ലക്ഷ്യസ്ഥാനത്തേക്ക്. അവസാനം ഞാൻ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, റിപ്പിൾസ് വെള്ളച്ചാട്ടത്തിലേക്ക്. നമ്മുടെ രാജാക്കാട്ടിൽ നിന്നും ഏകദേശം 7-8 കിലോമീറ്റർ മാത്രമാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ളത്. വെള്ളച്ചാട്ടത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ എത്തിയപ്പോൾ തന്നെ ഒരു സന്തോഷം. കാരണം അവിടെ നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. തൂവൽ വെള്ളച്ചാട്ടത്തിൽ ഒറ്റയ്ക്ക് പോയി ലൈവ് ഇട്ടപ്പോൾ തന്നെ വീട്ടുകാരുടെ പ്രത്യേക ഉപദേശം ഉണ്ടായിരുന്നു, അവിടെയൊന്നും ഒറ്റയ്ക്ക് പോകരുതെന്ന്. വീട്ടുകാരോട് പറഞ്ഞു നിൽക്കാമല്ലോ, ഞാൻ മാത്രമല്ല അവിടെ വേറെ ആൾക്കാർ കാണാനുണ്ടായിരുന്നുവെന്ന്. അങ്ങനെ കഷ്ടപ്പെട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലവും കണ്ടുപിടിച്ച് അവിടെ വണ്ടി ഒതുക്കി ഞാൻ വെള്ളച്ചാട്ടത്തിലേക്ക്. ഏറ്റവും ആദ്യം കണ്ട ആളോട് തന്നെ ഞാൻ ആദ്യം അന്വേഷിച്ചത് ടോയ്ലറ്റിനെ കുറിച്ചാണ്. കാരണം നമ്മുടെ വയറ്റിലെ ഗുടുഗുളു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമല്ലോ. വെള്ളച്ചാട്ടമാണ്, 4 ആൾ കൂടുന്ന സ്ഥലമാണ്. മാനം കപ്പൽ കയറാൻ സാധ്യതയുണ്ട്. മച്ചന്മാരെ, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അവസാനം ആ മനോഹരമായ ടോയ്ലറ്റും ഞാൻ കണ്ടുപിടിച്ചു. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ടോയ്ലറ്റ്. നേരത്തെ പറഞ്ഞ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദമാണ് കേട്ടോ എന്നെക്കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചത്. ഈ വീഡിയോയുടെ ക്യാപ്ഷൻ ഒരു ടോയ്ലറ്റ് യാത്രയുടെ ഓർമ്മയ്ക്കെന്ന് കൊടുക്കാൻ ഞാൻ ആദ്യം ഓർത്തതാണ്. പിന്നെ എൻ്റെ മാന്യന്മാരായ ബഡീസിനെ ഓർത്ത് ഞാൻ അത് വേണ്ടെന്ന് വെച്ചതാണ് കേട്ടോ. അങ്ങനെ മേൽപ്പറഞ്ഞ സ്ഥലത്ത് കയറി കാര്യങ്ങളെല്ലാം സടപടയെന്ന് തീർത്ത് ഞാൻ കാഴ്ച കാണാൻ വേണ്ടി ഇറങ്ങി. 25 രൂപ ടിക്കറ്റും കൊടുത്ത് ഞാൻ ഇറങ്ങുമ്പോൾ പോലും എനിക്ക് ഇത്ര കാര്യമായിട്ടുള്ളൊരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. വരുന്ന വഴിക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ ദൂരെ നിന്ന് കാണാമായിരുന്നുവെങ്കിലും വയറ് കയ്യിൽ പിടിച്ചുള്ള യാത്രയായിരുന്നത് കൊണ്ട് കൂടുതലൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല. വയറും തിരുമ്മി ഇറങ്ങിയത് മാത്രം ഓർക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് കണ്ടത് കാഴ്ചയുടെ മനോഹാരിത. കുത്തിയൊലിച്ചൊഴുകുന്ന വെള്ളത്തിൻ്റെ പ്രവാഹം നോക്കി അങ്ങനെ നിന്നുപോയി. വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്ന സഞ്ചാരികളുടെ നല്ല തിരക്ക്. ആരെയും അലോസരപ്പെടുത്താതെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു മൂലയിൽ പോയി അങ്ങനെ അങ്ങ് നിന്നു. ഫോണെടുത്ത് 1-2 വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു എന്ന് വരുത്തി. എന്നാലൊരു തൃപ്തി വരുന്നില്ല. ഈ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കാനുള്ളതല്ലേ, അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മിനിമം സ്റ്റാൻഡേർഡൊക്കെ വേണ്ടേ? അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് വയറ്റിൽ നിന്ന് വീണ്ടും ഒരു ഉരുണ്ടുകയറ്റം. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 500 മീറ്ററോളം നടക്കാനും ഉണ്ടായിരുന്നു. അങ്ങോട്ട് തന്നെ, നമ്മുടെ കാര്യം സാധിക്കുന്ന സ്ഥലത്തേക്ക്. ഇഹലോകവും പരലോകവും ഒക്കെ നമ്മുടെ കൺമുന്നിലൂടെ ഓടിക്കളിക്കുന്നു. അങ്ങനെ ഒരു ഓടിപ്പിടച്ച് അവിടെ എത്തി. അങ്ങനെ കതക് കുറ്റിയിട്ട് കാര്യം സാധിക്കാൻ ഇരുന്നപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലം ഇതാണെന്ന്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടായിരിക്കും എനിക്കിതൊക്കെ തോന്നുന്നത്. അങ്ങനെ കാര്യം കഴിഞ്ഞ് വീണ്ടും കാഴ്ചയുടെ ലോകത്തേക്ക്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം കേട്ടോ. വെള്ളച്ചാട്ടം നല്ല അടിപൊളിയാണ്. വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. ആമ്പൽ കുളങ്ങളും ചെടിത്തോട്ടങ്ങളും എല്ലാമായിട്ട് വളരെ മനോഹരം. ഫോട്ടോയും വീഡിയോയും ഒക്കെ ചിത്രീകരിക്കാൻ പ്രത്യേക സ്ഥലം. നടക്കാൻ മനോഹരമായ റാമ്പ്. നെടുനീളയുള്ള വെള്ളച്ചാട്ടം. കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചങ്ങനെ നടക്കാം. അങ്ങനെ കാഴ്ച കണ്ട് നടക്കുന്നതിനിടയിലാണ് ഞാൻ വിചാരിച്ചത് വീട്ടുകാരെ കൂടെ കൂട്ടാമായിരുന്നു. വെള്ളച്ചാട്ടം സേഫാണ്, എന്നാലും കുട്ടികളെ ശ്രദ്ധിക്കണം. പ്രകൃതിയെ ഒട്ടും മുറിവേൽപ്പിക്കാതെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നു. നല്ല തൂവെള്ള നിറത്തിൽ പാറയിൽ തട്ടി ഒലിച്ച് വരുന്ന വെള്ളച്ചാട്ടം വളരെ മനോഹരമാണ്. എത്ര നേരം വേണമെങ്കിൽ കണ്ടു നിൽക്കാൻ പറ്റും. വയറ്റിലെ ഗുളുഗുളു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഓടിപ്പാഞ്ഞ് നടന്നായിരുന്നു വെള്ളച്ചാട്ടം കാണൽ. സാധാരണ ഞാൻ ഇതുപോലെയുള്ള കാഴ്ചകളെല്ലാം വളരെ സമയമെടുത്ത് ആസ്വദിച്ചാണ് കാണാറുള്ളത്. എന്തായാലും വന്നതല്ലേ, ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി എല്ലായിടത്തും. പറ്റുന്ന രീതിയിൽ കാഴ്ചകളും ഫോണിൽ പകർത്തി.
ആ വെള്ളച്ചാട്ടത്തിന് കുറുകെ ഒരു സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു. അതിലും ധാരാളം സഞ്ചാരികൾ കയറുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമെല്ലാം ധാരാളം സഞ്ചാരികൾ ഉണ്ടായിരുന്നു. അതിലൊരു ടീം വെള്ളച്ചാട്ടത്തിനെക്കുറിച്ചുള്ള കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. അവർക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ചരിത്രം അറിയണം. വയറും കയ്യിൽ പിടിച്ച് നടക്കുന്ന എനിക്ക് എന്തോന്ന് ചരിത്രവും പൗരധർമ്മവും. ഒരുവിധം അവരെ ഒഴിവാക്കി ഞാൻ സിപ്പ് ലൈനും കണ്ട് കുറച്ചു നേരം അങ്ങനെ നിന്നു. ആ റാമ്പിൽ കൂടി നടക്കുമ്പോൾ വെള്ളത്തുള്ളികൾ പാറയിൽ തട്ടി നമ്മുടെ ശരീരത്തേക്ക് പതിക്കും. അതൊരു ചാറ്റൽ മഴ പോലെ, മഞ്ഞ് വീഴ്ച പോലെ നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ വയറ്റിലെ ഗുളുഗുളുപ്പെല്ലാം ഒരു നിമിഷത്തേക്ക് ഇല്ലാതായതുപോലെ ഞാൻ സ്വയം മറന്നങ്ങനെ നിന്നു. എൻ്റെ ഈ മുഖം കണ്ടാൽ പറയുമോ വയറ്റിൽ ഗുളുഗുളുപ്പുള്ളവനാണെന്ന്. എല്ലാം ഉള്ളിൽ അടക്കി പിടിച്ചുള്ള ഒരു വീഡിയോ ആണിത്. എന്നിലൂടെ മണ്ണടിയേണ്ട ആ ഗുളുഗുളുപ്പ് രഹസ്യം ഞാൻ നിങ്ങൾക്കിവിടെ വെളിപ്പെടുത്തുകയാണ്. പിന്നെ ഇടുക്കി ബഡ്ഡി ഫാൻസിന് വേണ്ടിയുള്ള വീഡിയോ ചിത്രീകരണം പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. വീഡിയോയ്ക്ക് കണ്ണ് കിട്ടാതിരിക്കാനാണെന്നുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു കേട്ടോ. ഹരിതാഭയും പച്ചപ്പും എന്നെപ്പോലെ നിങ്ങൾക്കും ഇഷ്ടമായതുകൊണ്ട് അത് കുറച്ച് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാ വീഡിയോയിലെയും പോലെ ഇടുക്കി ബഡ്ഡിയുടെ സെൽഫി വീഡിയോയുടെ അതിപ്രസരം ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വെറുപ്പിക്കല്ലേ സജി എന്ന കമൻറ്റ് കൂടി തൽക്കാലം നിരോധിച്ചിട്ടുണ്ടേ. സിപ്പ് ലൈനിൽ കയറാനുള്ള ആഗ്രഹം അവിടെ ഉപേക്ഷിച്ചിട്ടായിരുന്നു മടക്കം. അതിൻ്റെ മുകളിൽ കയറുമ്പോൾ അണക്കെട്ട് പൊട്ടിയാലോ? ഏതണക്കെട്ടാ? നിങ്ങൾ ഉദ്ദേശിച്ച ആ അണക്കെട്ട് തന്നെ. ബഡീസെ വെള്ളച്ചാട്ടവും സിപ്പ് ലൈനും കൂടാതെ ധാരാളം ഫൺ ആക്ടിവിറ്റീസൊക്കെ അവിടെ ഉണ്ടേ. അതിൻ്റെ ഉള്ളിൽ തന്നെ ടോയ്ലറ്റും കോഫി കുടിക്കാനുള്ള സൗകര്യങ്ങളും ഷോപ്പിംഗ് നടത്താനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾ മൺസൂൺ കാലത്ത് ഫാമിലിയായിട്ട് ഇവിടെ വന്നാൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഒരു ദിവസം എൻജോയ് ചെയ്യാനുള്ള മനോഹരമായ കാഴ്ചകൾ പ്രകൃതി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വളരെ നീളം കൂടിയ വെള്ളച്ചാട്ടമായതുകൊണ്ട് തന്നെ നടന്ന് കണ്ട് ആസ്വദിക്കാനുണ്ട്. പ്രകൃതി ഒരുക്കിയ ഈ വിസ്മയം നമ്മൾക്കല്ലാതെ വേറെ ആർക്ക് കാണാനാണ്? വരിക, കാണുക, ആസ്വദിക്കുക. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല, ഞാൻ ഗ്യാരണ്ടി. ഇനി മടക്കമാണ്. എന്തായാലും ഈ മൺസൂൺ കാലത്ത് തന്നെ ഒരിക്കൽ കൂടി കുടുംബമായിട്ട് ഇവിടെ വരണമെന്ന് ഉറപ്പിച്ചാണ് മടക്കം. കൂട്ടത്തിൽ ആ സിപ്പ് ലൈനിലും ഒന്ന് കയറണം. അവസാനമായി 1-2 വീഡിയോ കൂടി പകർത്തി പുറത്തേക്ക്. അവിടെ നിന്ന് പുറത്തിറങ്ങി വണ്ടിയിൽ കയറി ഒറ്റ പറപ്പിക്കലായിരുന്നു. അടുത്ത ഗുളുഗുളുപ്പിന് മുമ്പ് വീട് പിടിക്കണം. ഇടുക്കി ബഡ്ഡിയുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നല്ല അടിപൊളി യാത്രാ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും എത്താം. മച്ചന്മാരെ, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ വ്യൂസ് കിട്ടുന്നുണ്ട്. യൂട്യൂബിലെ വ്യൂസ് തീരെ കുറവാണ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ വീഡിയോ കാണുന്ന മച്ചാന്മാർ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇടുക്കി ബഡ്ഡി എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ ഇട്ടേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ. നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു മച്ചാന്മാരെ.